ഈ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത മിസൈൽ റേഞ്ച് എന്ന് പറയുന്നത്, കാരണം നമ്മൾ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ബോർഡറിൽ മാറിയിട്ട് കംപ്ലീറ്റ് ഹൂത്തികളായിരുന്നു. അവർക്ക് കൊടുത്ത മിസൈൽ എന്ന് പറയും 200 കിലോമീറ്റർ, 300, 400 കിലോമീറ്റർ മിസൈലുകളാണ് കൊടുത്തിരുന്നത്. അപ്പം അത് വെച്ച് സ്ഥിരമായിട്ട് ഹിസ്ബുള്ള ആ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ അറ്റാക്ക്, റോക്കറ്റൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പലത് ഇസ്രായേലിൻ്റെ ടെറയിൽ പോയി വീണ് പല ആൾക്കാരും, കുട്ടികളും സ്കൂളുകളും ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. ഏകദേശം ഇസ്രായേൽ 60,000 പേരെയാണ് ആ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് മാറ്റിയത്, ലെബനൻ്റെ ആ ബോർഡറായിട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്ന്. അതേപോലെ സിറിയയുടെ ബോർഡറിൽ ഗോലൻ ഹൈറ്റ്സ്, അങ്ങനെ ആ ഭാഗത്ത് മുഴുവനും ഹിസ്ബുള്ള മിലിഷ്യയായിരുന്നു. അപ്പം നോക്കുക, ഇതിനെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇസ്രായേൽ ഇറാൻ ഡയറക്റ്റ് ഫൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതായി. ഇതാണ് മരപ്പൊട്ടന്മാരായ ഇറാന് കിട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയ പണി. അവരുദ്ദേശിച്ചത് ഈ പറയുന്ന പ്രോക്സീസായ ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും മറ്റുള്ള പല പ്രോക്സീസ് ഉണ്ട്, ഷിയയുമായിട്ട് സുന്നിയുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇവരെല്ലാം ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ അവരുടെ ബോർഡറിൽ നിന്ന്, ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാന് കാര്യമായ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതായിരുന്നു അവരുടെ ധാരണ. അതാണ് ഈ ഹമാസിൻ്റെ ഒക്ടോബർ 7 ശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇസ്രായേൽ ഈ ഹൂത്തികളെ അടിക്കുന്നു, ഹമാസിനെ അടിക്കുന്നു, ഹിസ്ബുള്ളയുടെ നിലം പരിചാക്കുന്നു. അതിനുശേഷം ലെബനൻ അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നു, സിറിയയിൽ മാറ്റം ഉണ്ടാക്കുന്നു, ഹൂത്തികളെ ഒന്നും അല്ലാതാക്കി മാറ്റി.